ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ചെറിയൊരു പണി കിട്ടി. ബിഗ് ബോസിൻ്റെ ലൈവ് ഇട്ടപ്പം ചെറിയൊരു പണി കിട്ടി. സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡി ആയിക്കോളും. നമുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്ന് വിഡ്രോ ഒക്കെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ബാങ്കിലോട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ബ്രെയിനി ആപ്പാണ്. ഇതങ്ങനെ യൂട്യൂബിൽ അധികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അതിൽ പക്കായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു 10,230 കോയിൻ കിടക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരു 5 രൂപയും കിടക്കുന്ന 5.23 പിന്നെ വാലറ്റിന് നേരെ താഴെയായിട്ട് കോയിൻ വിൽ കൺവേർട്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ടൈമർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈം കഴിയുന്ന സമയത്ത് ഇവിടെ ഈ താഴെയുള്ള നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഈ കോയിൻ കൺവേർട്ടായിട്ട് അത് ക്യാഷിലോട്ട് മുകളിൽ വാലറ്റിൽ ആയിട്ട് മാറും. അങ്ങനെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ഞാനിതിൽ ആദ്യം തന്നെ വിഡ്രോ അടിച്ചിട്ടുള്ള ഒരു പ്രൂഫ് തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിതെങ്ങനെ കോയിൻ കളക്ട് ആക്കുക എന്നുള്ളത് കാണാം കേട്ടോ. ഇവിടെ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴത്ത് ഉണ്ടോ, ഞാനിപ്പോൾ ഇത് അടുത്തായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കോയിൻ കിട്ടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടാണ് ഇങ്ങനെ, എന്നാലും കുറച്ചൊക്കെ കോയിൻ കളക്ട് ആക്കുന്നുണ്ട്. 3 തവണ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 35 രൂപ വെച്ചിട്ട് വിഡ്രോ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണാമല്ലോ വിഡ്രോ അടിച്ചത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കോയിൻ കളക്ട് ആക്കുക എന്നുള്ളത് നോക്കാം. ഈ കോയിൻസിൻ്റെ ഇപ്പുറത്തായിട്ട് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ് കാണുന്നു. അപ്പോൾ ആ ടിക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഗെയിം കളിച്ചിട്ടും കോയിൻ ഉണ്ടാക്കാം. അപ്പോൾ ആ ടിക്കറ്റ് എങ്ങനെയുണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഏൺ ടിക്കറ്റ്, അത് ആ ഏൺ ടിക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ വാച്ച് ആഡ്, ഒരു ആഡ് വാച്ച് ചെയ്താൽ 2 ടിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആഡ് വാച്ച് ചെയ്ത് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ആഡ് കണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2 ടിക്കറ്റ് പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ഗെയിം കളിക്കാമെന്ന് കാണിച്ചു തരാം. ഈ ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷന് ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു റിവീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പടം ഇങ്ങനെ കാണിക്കും ഏതൊക്കെയാണ് ഇപ്പം ഓപ്പൺ ആയത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ കോയിൻ ആഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് അത് കഴിയുമ്പോൾ ഒരു ആഡ് വരും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. നോക്കാം. ഓക്കെ, റിവീല് ആ സ്പോട്ടിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടോ 25 കോയിൻ കിട്ടി. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കളക്ട് ആക്കി കൊണ്ടും ഇതിൽ കോയിൻ കളക്ട് ആക്കാൻ പറ്റും. ജസ്റ്റ് ഒരു മിനിറ്റ് ആഡൊന്ന് പോക്കിയിട്ട് വരാം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ കോയിൻ കളക്ട് ആക്കൽ സർവീസ് ചെയ്തിട്ടാണ്. ഒരുപാട് സർവേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതവിടെ ടോപ്പ് സർവീസ് എന്ന് പറഞ്ഞ് ഇതിൽ വ്യൂ ഓൾ നിൽക്കിയാൽ വാർഡ്നാർട്സിൽ, ബിറ്റ് ലാബിൽ, CPX, മോൺലിക്സ്, പോൾ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സർവീസ് ഉണ്ട്. പക്ഷേ ഇതിൽ കൂടുതലും പേയ്മെൻറ്റ് കിട്ടുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യൽ ഒന്ന് ബിറ്റ് ലാബും ഒന്ന് CPX-ഉം. ബിറ്റ് ലാബിൻ്റെ സർവേ ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ അതിൽ സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് സർവേ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 2,500 കോയിൻസിന് ഒരു 10 മിനിറ്റിൻ്റെ സർവേ ആയിരിക്കും. അപ്പോൾ ആ ഒരു സർവേ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഒക്കെ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ കൊടുക്കുക. ഇപ്പം നമ്മൾ ഏജ് ചോദിക്കുകയാണെങ്കിൽ ഒരു 36 കൊടുക്കുക. അങ്ങനെ കുറച്ച് ഹൈ ആയിട്ടുള്ള ഏജ് കാര്യങ്ങൾ. ഇയർ ചോദിക്കുകയാണെങ്കിൽ 36-ന് ഇപ്പോൾ ഒരു 1988 ആ ഒരു ലെവല് അങ്ങനെയൊക്കെ കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ തന്നെ കൊടുക്കരുത്.
അതുപോലെ നമ്മൾ പ്ലേസ് ചോദിക്കുമ്പോൾ എപ്പോഴും ഡൽഹി കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഡൽഹി, കൊൽക്കത്ത ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൊടുക്കുക. അതുപോലെ ഡൽഹീൻ്റെ നമ്മൾ പിൻകോഡ് ചോദിക്കും. പിൻകോഡ് ചോദിക്കുന്ന സമയത്ത് ഒരു 11,003,02 എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്, പ്രൊഫഷണൽ അങ്ങനെയൊക്കെയുള്ള ഹൈ ആയിട്ടുള്ള കൊടുക്കുക. പിന്നെ ഇൻകം ചോദിക്കുമ്പോൾ കുറച്ച് ഹൈ ആയിട്ട് ഉള്ള ഇൻകം കൊടുക്കുക. ഒക്കെ നമുക്ക് ഹൈ ആയിട്ടുള്ളത് മാത്രം കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോയിൻ ഫുള്ളായിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു 9,200 ഒരു സർവേ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. അതുപോലെ നമ്മൾ ജോലി എന്താ ചോദിക്കൂലേ, ജോലി എന്താ ചോദിക്കുമ്പോൾ ഫുൾ ടൈം എംപ്ലോയിഡ് അങ്ങനെ കൊടുക്കുക. അതുപോലെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ടെക്നോളജി, IT-ൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സർവേ എടുത്തിട്ട് നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയാലും ഒരു 315 കോയിൻ നമുക്ക് ഒരു വെറുതെ കോമ്പൻസേഷൻ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ ബിറ്റ് ലാബിൽ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എപ്പോഴും കയറിയിട്ട് ആ സർവേ കയറി കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അതുപോലെ CPX ഇതിലും ഉണ്ടാവും സർവേ. ഇപ്പോൾ ഇവിടെ ഒരു 5,400 സർവേ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഓപ്പണാക്കി കാണിക്കുന്നില്ല, ജസ്റ്റ് ഓപ്പണാക്കി കാണിച്ചു തരാം. ഓരോന്ന് സെലക്ട് ചെയ്ത് പോകേണ്ടതാണ്. എല്ലാം കൂടെ നോക്കുമ്പം വീഡിയോ ലെങ്തി ആയിട്ട് പോവും. ഓപ്പൺ ആവട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത് ഷേപ്പ് ഇതവർ പറയുന്നതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒക്കെ നമ്മൾ സർവേ നോക്കുമ്പോൾ ഫുള്ള് വായിച്ചിട്ട് വേണം നമ്മൾ സർവേ കംപ്ലീറ്റ് ആവാനായിട്ട് കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് പോകരുത്. ഒക്കെ വായിച്ച് അതേപോലെ എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി ഓരോന്നും. അങ്ങനെയാണ് ഇതിൽ കോയിൻ കളക്ട് ആക്കുന്നത്. അതുപോലെ മോൺലിക്സിലും സർവീസ് ഉണ്ട്, അതും നോക്കാം. മോൺലിക്സിൽ ഇവിടെ മുകളിൽ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഇതിൽ വന്നെടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൽ തിയോറം റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റില്ലേ, അതിൽ കയറിയിട്ട് ആണ് ഞാൻ കൂടുതലും കോയിൻ കളക്ട് ആക്കാറ്. അതിൽ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ വാർനാഡ്സിൽ കിട്ടാറില്ല, എപ്പോഴെങ്കിലും 1-2 ഒക്കെ. പക്ഷെ കിട്ടുന്നത് നല്ല എമൗണ്ടും ആയിരിക്കും കേട്ടോ. ഒരു 9,000, 10,000 ആ ഒരു റേഞ്ചിലുള്ളതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ അതിലും കയറി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വന്നിട്ട് ടാസ്ക് ഓഫേഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കണ്ടെന്നാണ്, അതൊന്നും നോക്കണ്ട. സർവീസ് മെയിനായിട്ട് സർവേ നോക്കിയാൽ മതി. പിന്നെയുള്ള പബ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ ഇത്ര കോയിൻ കിട്ടും. അതുപോലെ അങ്ങനെ കുറേ ഇതുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലേ വേണ്ട നിൽക്കാം. പക്ഷെ ഇതിൽ നിന്ന് കൂടുതലും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ചിലത് ഓപ്പൺ ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് മാത്രം ഞാൻ എടുക്കും. ഒരു 1.2K അല്ലെ 2.3K എന്നൊക്കെ പറഞ്ഞിട്ട് കോയിൻ കളക്ട് ആവാറുണ്ട്, അത് നോക്കാം. പിന്നെ ലീഡർ ബോർഡിൽ നമ്മൾ മുന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു കോയിന് അങ്ങനെയും കിട്ടും കേട്ടോ. അല്ല, കോയിനല്ല, ക്യാഷായിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. ഇതുണ്ടല്ലേ, ഓക്കെ. പിന്നെ ഇൻവൈറ്റ് ചെയ്യുക, അതായത് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓരോ സൈറ്റിൽ കൂടെ കയറുകയാണെങ്കിൽ 7 രൂപ അവർക്ക് കിട്ടും കേട്ടോ. അവർക്ക് കിട്ടും. നമുക്കെന്ന് പറഞ്ഞാൽ അവർ ആപ്പ് യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 17.50 രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും ഓരോ വിഡ്രോസിനും. പിന്നെ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആക്കുന്ന സമയത്ത് സോഷ്യൽ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്യുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്ക് ഫോളോ ചെയ്താൽ 100 കോയിൻ കിട്ടും. അതുപോലെ ടെലഗ്രാം ഫോളോ ചെയ്താൽ 100, അതുപോലെ ഇൻസ്റ്റ 100,
ടെലഗ്രാം 100 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞാൻ റെഡീം ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ റെഡീം ചെയ്തിട്ടില്ല, അത് ചെയ്യണം. അങ്ങനെ കിട്ടും കേട്ടോ കുറച്ച് കോയിൻസ് ഫസ്റ്റ് ടൈം മാത്രം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ള കോയിൻ കളക്ട് ആക്കുന്നതൊക്കെ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.